വയനാടിന്റെ ആശങ്ക ഞങ്ങൾക്കല്ല. വയനാടിന്റെ ആശങ്ക ഇടതുപക്ഷത്തിന് BJPക്കാണ്. വയനാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പിനോട് ഒരു സാമാന്യമായി നീതി പുലർത്തേണ്ട മിനിമം ഉത്തരവാദിത്തം പോലും LDFും BJPയും അവിടെ സൂക്ഷിച്ചിട്ടില്ല. അവർ അവസാനത്തെ ഒരാഴ്ച മാത്രമേ പ്രചരണം നടത്തിയിട്ടുള്ളൂ. പഞ്ചായത്ത് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് വരെ ഓപ്പൺ ചെയ്യാതെ ഇടതുപക്ഷം BJPയും പോയ ഒരു തെരഞ്ഞെടുപ്പാണിത്. ഞങ്ങളുടെ വോട്ടുകളൊക്കെ അവിടെ കൃത്യമായി പോൾ ചെയ്തിട്ടുണ്ട്. ഒരു ടെൻഷനും അക്കാര്യത്തിൽ വേണ്ട. കഴിഞ്ഞ 2024 മെയ്യിലെ ഭൂരിപക്ഷത്തെക്കാൾ വലിയ ഭൂരിപക്ഷം അവിടെ ഇത്തവണയുണ്ടാകും. ആ ഭൂരിപക്ഷം 4.5 ലക്ഷം അറൌണ്ട് കവിയും. ഒരു സംശയമില്ല. ഞങ്ങൾക്ക് അതിലൊന്നും ഒരു ഡൌട്ടും ഇല്ല. പാലക്കാട് പോളിംഗ് പെർസെന്റേജ് കുറയുന്നുള്ള കരുതുന്നുണ്ടോ? അങ്ങനെ ഉപതെരഞ്ഞെടുപ്പുള്ള ആൾക്കാരുടെ പൊതുവായ സമീപനത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഞങ്ങള് വീട് കയറിയപ്പോ, ഞങ്ങൾ ഇവിടെയുള്ള ഫ്ളാറ്റുകൾ കയറിയപ്പോ, ഇവിടെയുള്ള മാർക്കറ്റുകളിൽ പോയപ്പോ വളരെയധികം പ്രകടമാണ്. ഞാൻ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് സാധാരണഗതിയിൽ നമ്മൾ ആവേശത്തോട് സംസാരിക്കും. ആ ആവേശത്തോടു കൂടി സംസാരിക്കുന്നതിനപ്പുറം ജനങ്ങൾക്ക് വളരെ വിസിബിളാണ്. എന്നു മുതൽ എന്നറിയോ, രണ്ടുപേരും രാഹുലിനെതിരെ അപരന്മാരെ വെച്ച നിമിഷം മുതൽ ഒരുമിച്ചുള്ള അവരുടെ പ്രയാണം, അവസാനം ഹോട്ടലിലെ റെയ്ഡ് ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും അവർ ഒന്നിച്ച് നീങ്ങുകയാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും BJP സ്ഥാനാർത്ഥിയും ഇവർ രണ്ട് സിസ്റ്റും ഒന്നിച്ച് നീങ്ങുകയാണ്. ജനങ്ങൾ വളരെ വിസിബിളാണ് ഈ കാര്യത്തിൽ. ഇത്തവണ രാഹുൽ ജയിക്കാൻ പോകുന്നത് പാലക്കാട് കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനായിരിക്കും. ഈ അവിശുദ്ധ സഖ്യത്തിനെതിരെ ജനം കൃത്യമായി വിധിയെഴുതും. ആ വിധിയെഴുത്ത് പാലക്കാട് ത്രസിപ്പിക്കുന്ന വിജയം, ആവേശകരമായ വിജയം രാഹുലിനുണ്ടാവും. അത് ഞങ്ങൾ മനസ്സിലാക്കിയത് അതിന്റെ പ്രകടനമായിട്ടുള്ള ഉദാഹരണം ജനങ്ങൾ ഇങ്ങോട്ട് വളരെ കൃത്യമായി പറയാം. ഇനി നിങ്ങൾ വരേണ്ടതില്ല, ഞങ്ങൾ തീരുമാനിച്ചു എന്ന് പറയുന്ന ഘട്ടമാണ് ഇന്നലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. വോട്ടിംഗ് ശതമാനം ഇവിടെ എന്തായാലും കുറയില്ല, അത് ബാധിക്കില്ല. UDFന്റെ വോട്ട് പഠിക്കുന്ന കുട്ടികളുടെ, വിദേശത്തുള്ളതായിരിക്കുന്ന ആളുകളുടെ, വരാൻ പറ്റുന്നതായിരിക്കുന്ന ആളുകളുടെ, ജോലിക്ക് പോയ ആളുകളുടെ ഞങ്ങൾ കണക്കെടുപ്പ് നേരത്തെ നടത്തി. അവരൊക്കെയായി കോണ്ടാക്ട് ചെയ്തു. അവരൊക്കെ വരാനുള്ള നടപടികൾ ഞങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതിന് വണ്ടിയൊക്കെ ഏർപ്പാടാക്കി അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ ടെൻഷനില്ല. അപ്പൊ രേഷ്മ, എന്തായാലും വയനാട് കുറഞ്ഞു എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അവിടെ ഭൂരിപക്ഷം കുറയില്ല. ഇവിടെ എന്തായാലും റെക്കോർഡ് ഭൂരിപക്ഷത്തേക്ക് കടക്കുമെന്ന് തന്നെയാണ് വയനാട്ടിന്റെ കൂടി ചുമതല കഴിഞ്ഞപ്പോൾ പാലക്കാട് കൂടി ശ്രദ്ധ ചെയ്തിരിക്കുന്ന സിദ്ദീഖ് പറയുന്നത്. എന്തായാലും സജീവമാണ്. നേരത്തെ പറഞ്ഞ പോലെ രേഷ്മ പറഞ്ഞ അതേ ആശങ്ക UDF ക്യാമ്പിനും LDF ക്യാമ്പിനും BJP ക്യാമ്പിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വോട്ടിംഗ് ശതമാനം കുറയാതിരിക്കാൻ വേണ്ടി പുറത്തുള്ള ആൾക്കാരെയൊക്കെ ഈ വോട്ടിംഗ് ദിവസം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ കൂടി അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് സിദ്ദീഖിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വോട്ടിംഗ് ശതമാനം കുറയാതിരിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും, പ്രത്യേകിച്ച് UDFന്റെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. നാരോ മാർജിനിൽ നിൽക്കുന്ന സമയത്ത് ഒരു വോട്ട് പോലും വോട്ട് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കലാശക്കൊട്ടിലേക്ക് പോകാനിരിക്കുമ്പോൾ പോലും വോട്ടർമാരെ അവിടെ എത്തിക്കാനുള്ള ശ്രമം തന്നെയാണ് അവർ എല്ലാ പാർട്ടികളും മുൻതൂക്കം നൽകുന്നത്.